എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പറയാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഗട്ട് ഹെൽത്ത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യിക്കാം, അല്ലെങ്കിൽ ഗട്ട് ഹെൽത്ത് എന്തൊക്കെ ഫുഡ് കൂടെ നമുക്ക് ഗട്ടിൻ്റെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഗട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഗട്ട് എന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ എൻറ്റയർ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയാം. അതായത് മൗത്ത്, ഫാരിങ്സ്, ഈസോഫാഗസ്, സ്റ്റമക്ക്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, റെക്റ്റം. ഇതാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. എൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനാണ് നമ്മുടെ ഗട്ട് എന്ന് പറയുന്നത്. അപ്പം ഗട്ട് ഹെൽത്ത് നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഫസ്റ്റ് നമുക്ക് നോക്കാം, ഗട്ട് ഹെൽത്ത് എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യിക്കണം. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗട്ട് ഹെൽത്ത്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗട്ട് ഹെൽത്ത് നല്ല സ്ട്രോങ് ആണെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിലാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ നടക്കുകയുള്ളൂ. പ്രോപ്പർ ഡൈജഷന് ഗട്ട് ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ന്യൂട്രിയൻ അബ്സോർപ്ഷന്, പ്രോപ്പറായിട്ടുള്ള ന്യൂട്രിയൻ അബ്സോർപ്ഷന് നമുക്ക് നല്ലതായിട്ടുള്ള ഗട്ട് ഹെൽത്ത് നമുക്ക് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നല്ല സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നമുക്ക് നല്ലൊരു ഗട്ട് ഹെൽത്ത് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എല്ലാത്തിനും നമ്മളുടെ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഈ ഗട്ട് ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗട്ട് ഹെൽത്ത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് ഉണ്ടാവും. അതായത് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, ഡയറിയ, ബ്ലോട്ടിങ്, അബ്ഡോമിനൽ പെയിൻ, അതുപോലെയുള്ള പലതരത്തിലുള്ള ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് ഉണ്ടാവും. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ടാവും, ഇവൻ ഹാർട്ട് ഡിസീസസ്. അങ്ങനെ നമ്മൾ ഡൈജസ്റ്റീവ് ഹെൽത്ത് പ്രോപ്പർ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലുമുള്ള നമ്മളുടെ ബാക്കി എല്ലാ സിസ്റ്റത്തെയും ബാധിക്കും. സോ ഡൈജസ്റ്റീവ് ഹെൽത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ് ഗട്ട് ഹെൽത്ത്, അതായത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് നമ്മുടെ നല്ല ഗട്ട് ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ വേഴ്സൺ ആക്കുന്ന, അല്ലെങ്കിൽ അതിനെ മോശപ്പെടുത്തുന്ന എന്തൊക്കെ കാര്യങ്ങൾ, നല്ല ഹെൽത്ത് ആവാതിരിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ലാക്ക് ഓഫ് സ്ലീപ്പാണ്. രണ്ടാമത്തേത് ഡീഹൈഡ്രേഷൻ, ഇനഫായിട്ട് നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ, ലോ ഫൈബർ കണ്ടൻറ്റ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ, ഫൈബർ കുറഞ്ഞ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ധാരാളം ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ ഗട്ട് ഹെൽത്ത് വളരെ മോശപ്പെടാം. ആൻറ്റിബയോട്ടിക്സ് ആവശ്യമുള്ള ഘട്ടത്തിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് എടുക്കുക തന്നെ വേണം. പക്ഷേ ഇപ്പോൾ പലരും നമ്മളൊരു അസുഖം വരുമ്പോൾ ഡയറക്റ്റായി മെഡിക്കൽ ഷോപ്പിൽ പോയി ആൻറ്റിബയോട്ടിക്സ് വാങ്ങിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു പാൻറ്റോപ്പ് പോലെയോ എന്തെങ്കിലും ഡൈജഷനെ കറക്റ്റ് ചെയ്യാനുള്ള ഗ്യാസ് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള മെഡിസിൻസും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. പക്ഷേ പലരും അതൊന്നും കഴിക്കാറില്ല. അതുപോലെ നമ്മൾ ആവശ്യമാണെങ്കിൽ മാത്രം ആൻറ്റിബയോട്ടിക്സ് എടുത്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ അത്യാവശ്യമല്ല എന്നുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യമില്ല. പക്ഷേ ചില സാഹചര്യങ്ങൾ ആൻറ്റിബയോട്ടിക്സ് എടുത്തേ പറ്റുള്ളൂ. അത്തരത്തിൽ എടുത്തോളൂ. എങ്കിലും മാക്സിമം ആൻറ്റിബയോട്ടിക്സിൻ്റെ യൂസ് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. അപ്പോൾ അമിതമായിട്ട് ആൻറ്റിബയോട്ടിക്സ് എടുക്കുമ്പോഴും ഗട്ട് ഹെൽത്ത് മോശമാവാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ആൽക്കഹോള്, അതുപോലെ തന്നെ ഫുഡ് ആവശ്യമില്ലാത്ത പ്രോസസ്ഡ് അത്തരത്തിലുള്ള മോശമായിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ, ഇത്തരത്തിലുള്ള പല കാരണങ്ങൾ കൊണ്ടും ഗട്ട് ഹെൽത്ത് മോശമാവാൻ ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മുടെ ഗട്ടിൽ തന്നെ ഗുഡ് ബാക്ടീരിയാസും ഉണ്ട്, ബാഡ് ബാക്ടീരിയാസും ഉണ്ട്. പക്ഷേ അതിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് ഗുഡ് ബാക്ടീരിയാസാണ് കൂടി നിൽക്കേണ്ടത്. വളരെ ചെറിയ പ്രപ്പോർഷനിൽ ബാഡ് ബാക്ടീരിയ ഉണ്ട്. പക്ഷേ നമ്മൾ ഇതുപോലത്തുള്ള നമ്മളുടെ എക്സസൈസ് ഇല്ലായ്മ, അനാവശ്യമായിട്ടുള്ള ഫുഡ് കഴിക്കുന്നത്, ഇത്തരത്തിലുള്ള സ്ട്രെസ്സും ഇതൊരു നന്നായിട്ട് അഫക്റ്റ് ചെയ്യും കേട്ടോ. സ്ട്രെസ്സ്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമ്മളുടെ ഗട്ടിലുള്ള ബാഡ് ബാക്ടീരിയ ഇൻക്രീസ് ചെയ്യുകയും പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഗുഡ് ബാക്ടീരിയാസ് എന്ന് പറയുന്നത് ലാക്ടോബാസിലസ്, ബിഫിഡോബാക്ടീരിയം, ഇതുപോലത്തെ എല്ലാം തന്നെ ഗുഡ് ബാക്ടീരിയാസാണ്. പിന്നെ ബാഡ് ബാക്ടീരിയാസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇക്കോളൈ, സാൽമോണല്ലേ, ഇതൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ്, പലതരത്തിലുള്ള ഡിസീസസും നമ്മുടെ ശരീരത്തിലുണ്ടാകും. അപ്പോൾ നമ്മൾ ഗുഡ് ബാക്ടീരിയയെ എങ്ങനെ നമ്മുടെ ഗട്ടിൽ വളർത്തിയെടുക്കാം, ബാഡ് ബാക്ടീരിയ എങ്ങനെ
കുറയ്ക്കാം. നമ്മൾ ആൻറ്റിബയോട്ടിക് ഒക്കെ എടുക്കുമ്പോൾ നല്ല ബാക്ടീരിയകൾ പോലും നശിച്ചു പോവുകയാണ്. അതിനറിയത്തില്ല, നല്ല ബാക്ടീരിയ നശിപ്പിച്ച് കളയും. അപ്പോൾ നമ്മൾ ആ ഗുഡ് ബാക്ടീരിയ എങ്ങനെ, നമ്മൾ എന്തൊക്കെ ഫുഡിലൂടെ നമുക്ക് ഗുഡ് ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ ഇമ്പ്രൂവ് ചെയ്യിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ നല്ലോണം വെള്ളം കുടിക്കുക, 3-4 ലിറ്റർ വെള്ളം കുടിക്കുക ഡെയിലി. നല്ലോണം എക്സസൈസ് ചെയ്യുക, സ്ട്രെസ്സ് കുറയ്ക്കുക, ആൽക്കഹോൾ അത്തരത്തിലുള്ളതൊക്കെ അവോയ്ഡ് ചെയ്യുക. ഏതൊക്കെ ഫുഡിലാണ് ഇത്തരത്തിലുള്ള ഗട്ട് ഹെൽത്തിനെ കൂട്ടാൻ ഉള്ള നല്ല ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് തന്നെ കഴിക്കുക. അതായത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ, നമ്മുടെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, നമ്മുടെ സ്പിനാച്ച് പോലത്തത്, പിന്നെന്താ നമ്മളെ ക്യാരറ്റ്, നല്ല കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ അല്ലേ ക്യാരറ്റ്, നമ്മളെ ബെൽ പെപ്പർ, ഇത്തരത്തിലുള്ള കളർഫുൾ വെജിറ്റബിൾസ്. അതുപോലെ ഫ്രൂട്ട്സ്, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള നമ്മുടെ ഫുഡ് കഴിക്കുക. അതിൽ തന്നെ ഫൈബർ കണ്ടൻറ്റ് ഹോൾ ഗ്രെയിൻസിൽ എടുക്കുകയാണെങ്കിൽ ഓട്സ്, ബാർലി, ഹോൾ വീറ്റ്, അതൊക്കെ നമ്മൾ ആ ഹോൾ ഗ്രെയിൻസിൽ വരും. വെജിറ്റബിൾസ് എടുക്കുകയാണെങ്കിൽ ക്യാരറ്റ്, ആസ്പെറാഗസ്, ലീഫി വെജിറ്റബിൾസ് ഉള്ള സ്പിനാച്ച്, ക്യാരറ്റ്, ബ്രൊക്കോളി, ഇതൊക്കെ തന്നെ നല്ല ഫൈബർ കണ്ടൻറ്റ് ഉള്ളതാണ്. ഫ്രൂട്ട്സ് എടുക്കുകയാണെങ്കിൽ ബനാന, ആപ്പിൾ, അവക്കാഡോ, നമ്മളുടെ ബെറീസ്, കളർഫുള്ളായിട്ടുള്ള ബെറീസ്, പിന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ലെമൺ, ഓറഞ്ചസ്. നമ്മൾ ഫ്രൂട്ട്സ് എടുക്കുമ്പം എപ്പോഴും ഫ്രക്ടോസ് കണ്ടൻറ്റ് കുറവുള്ളത് എടുക്കാനാണ് കൂടുതൽ നല്ലത്. ഫ്രക്ടോസ് കണ്ടൻറ്റ് കുറഞ്ഞത് വിറ്റാമിൻ സിയിലൊക്കെ നമ്മൾ ഓറഞ്ച്, ലെമൺ അതിലൊക്കെ ഫ്രക്ടോസ് കണ്ടൻറ്റ് കുറവാണ്. ആപ്പിൾ പോലത്തുള്ളതിലൊക്കെ ഫ്രക്ടോസ് കണ്ടൻറ്റ് കുറച്ച് കൂടുതലാണ്. ആപ്പിൾ അതുപോലെ ഫ്രക്ടോസ് കണ്ടൻറ്റ് കൂടുതൽ, പക്ഷേ നിങ്ങളത് എടുക്കണം, പക്ഷേ ഒരളവിൽ കൂടാൻ പാടില്ല. ഫ്രക്ടോസ് കണ്ടൻറ്റ് കുറവുള്ള ഫ്രൂട്ട്സ് ആയിട്ടുള്ള ലെമൺ, ഓറഞ്ചസ്, പപ്പായ, അത്തരത്തിലുള്ള ഫ്രൂട്ട്സ്, ബെറീസ്, സ്ട്രോബെറീസ്, അതൊക്കെ നമുക്ക് ധാരാളമായിട്ട് കഴിക്കാം. നട്ട്സ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ നട്ട്സ് ആൻഡ് സീഡ്സ് എടുക്കുകയാണെങ്കിൽ ചിയ സീഡ്സ്, ആൽമണ്ട്സ്, ഇതൊക്കെ നമ്മുടെ ഗട്ടിൽ ഗുഡ് ബാക്ടീരിയസിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഫുഡിൽ ഇത്തരം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഹൈ ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കുക. അതുപോലെ ലീൻ പ്രോട്ടീൻസ് എടുക്കാൻ ശ്രദ്ധിക്കുക. ലീൻ പ്രോട്ടീൻസ് എന്ന് വെച്ചാൽ എന്താണ്? പ്രോട്ടീൻ റിച്ച് ആയിരിക്കും, ബട്ട് ഫാറ്റ് മിനിമൽ ഫാറ്റ് ആയിരിക്കും, അതായത് സാച്ചുറേറ്റഡ് ഫാറ്റ് ആയിരിക്കും, പക്ഷേ പ്രോട്ടീൻ റിച്ച് ആയിരിക്കും. അതായത് മെയിൻലി നമ്മളെ ചിക്കൻ, വൈറ്റ് ഫ്ലഷ്ഡ് ചിക്കൻ, അതായത് സ്കിൻലെസ് ആയിട്ടുള്ള ബ്രസ്റ്റ്, ചിക്കൻ ബ്രസ്റ്റ്, പിന്നെ എഗ് വൈറ്റ്, പിന്നെ ലെഗ്യൂംസ്, അതായത് ചെറുപയർ, കടല, അതിലൊക്കെ നമുക്ക് ലീൻ പ്രോട്ടീനാണ് കിട്ടുന്നത് കേട്ടോ. അപ്പം അത്തരത്തിലുള്ള ലീൻ പ്രോട്ടീൻസ് ഇതിൽ ഉൾപ്പെടുത്തുക. നമ്മൾ ഫൈബർ കണ്ടൻറ്റ് കൂടുന്നതിന് ഡയജഷൻ നല്ല പ്രോപ്പറായിട്ട് നടക്കും. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഇത്തരം ഫുഡുകളൊക്കെ നിങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഹൈ ഫൈബർ റിച്ച് ആണ്. പിന്നെ പ്രോസസ്ഡ് ഫുഡൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഈ പ്രോസസ്ഡ് ആർട്ടിഫിഷ്യൽ ഷുഗർ ആഡ് ചെയ്യണ ഫുഡ്, അത്തരത്തിലുള്ള ഫുഡുകളൊക്കെ, അതായത് ക്യാൻഡീസ്, പേസ്ട്രീസ്, ഫ്രൈഡ് ഫുഡ് ഐറ്റംസ്, ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ജങ്ക് ഫുഡ്സ്, അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യൂ. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യൂ. പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ള ഫുഡ്, അതായത് മെയിനായിട്ടും കേർഡ് നിങ്ങളുടെ ഡയറ്റിൽ പ്രോബയോട്ടിക് നമ്മളുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയ കൂട്ടാനായിട്ട് സഹായിക്കും. കേർഡ് നല്ലൊരു ഇതാണ് കേട്ടോ, നല്ലൊരു ഇതാണ്. പ്രോബയോട്ടിക് ഉള്ള ഗട്ട് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യിക്കുന്നൊരു സംഭവമാണ്. പിന്നെ നമ്മൾ തൈരിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ലത് ബട്ടർ മിൽക്ക്, മോരാണെന്ന് പറയും. ഏതായാലും നിങ്ങൾ ഈ തൈരടങ്ങിയിട്ടുള്ള തൈരോ മോരോ അതൊക്കെ നിങ്ങൾ ഡയറ്റിൽ ഉൾക്കൊള്ളിക്കുക. അതുപോലെ തന്നെ എന്താണ് പ്രീബയോട്ടിക് ഫുഡ്, അതായത് പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പം ലൈവ്ഡ് മൈക്രോ ഓർഗാനിസംസ്, നല്ല ബാക്ടീരിയയാണ്. ആ നല്ല ബാക്ടീരിയയ്ക്കുള്ള ഫുഡിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, പ്രീബയോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രീബയോട്ടിക്സ് ഫുഡ് നിങ്ങൾ ഡയറ്റിൽ ഉൾക്കൊള്ളിക്കുക. പ്രീബയോട്ടിക് ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മളെ ഗാർലിക്, വെളുത്തുള്ളി, ഉള്ളി, ശതാവരി, ബനാന എന്ന് വെച്ചാൽ റിച്ച് സോഴ്സ് ഓഫ് ഈ പ്രീബയോട്ടിക് ആണ് കേട്ടോ. അതൊക്കെ നമ്മൾ ഡയറ്റിൽ പ്രീബയോട്ടിക് ഫുഡ്, ഇത്തരം ഫുഡുകൾ ഡയറ്റിൽ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ ഗട്ടിലുള്ള ഗുഡ് ബാക്ടീരിയയെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും നമ്മുടെ ഡയറ്റിൽ ഉൾക്കൊള്ളുക. ഈ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലും ഇതിലൊക്കെ തന്നെ, ഈ നമ്മുടെ ഹോൾ ഗ്രെയിൻസിലും ഓട്സ്, ബാർലി, ഇതിലൊക്കെ തന്നെ പ്രീബയോട്ടിക്സ് വളരെ ധാരാളമുണ്ട്. പിന്നെ അത് കൂടാതെയാണ് ഈ ഗാർലിക്, ഓണിയൻ, അസ്പെറാഗസ്, ശതാവരി, ബനാനകൾ നല്ല
പ്രീബയോട്ടിക് ആയിട്ടുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ ഇത്തരം ഇതൊക്കെ നിങ്ങൾ ഡയറ്റിൽ ഉൾക്കൊള്ളിക്കുക. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഫുഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഗുഡ് ബാക്ടീരിയാസ് ഗട്ടിലുള്ള ഇൻക്രീസ് ചെയ്യുകയും നമ്മുടെ ഓവറോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ സ്ട്രോങ് ആക്കി വയ്ക്കുകയും ചെയ്യും. അങ്ങനെ അത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം സ്ട്രോങ് ആണ്, നല്ല ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ മറ്റ് പല സിസ്റ്റത്തിലുള്ള അസുഖങ്ങളെയും നമുക്ക് തടയാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.